ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് നമ്മൾ SCERTയുടെ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അത് നമ്മുടെ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സസ്യലോകത്തെ അടുത്തറിയാം. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇലകളാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇലകളാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് സ്വപോഷികൾ എന്നാണ്. അപ്പൊ എന്താണ് സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വപോഷികൾ എന്ന് പറയുന്നത്. ഇവര് സ്വപോഷികൾ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു എന്നാണ്. സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ആ പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേര് പ്രകാശ സംശ്ലേഷണം എന്നാണ്. സസ്യങ്ങൾ ഇലയിൽ വെച്ച് ആഹാര നിർമ്മാണം നടക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ഒരു വർണ്ണവസ്തു അല്ലെങ്കിൽ വർണ്ണകം അല്ലെങ്കിൽ ഒരു പിഗ്മെന്റിന്റെ ആവശ്യമുണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകം. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ആ വർണ്ണവസ്തു ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരവ് എന്താണ്, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. സസ്യങ്ങൾ ഇലയിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന ഒരു പ്രകാശ സംശ്ലേഷണം എന്നാണ്. പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് കൊണ്ട് സസ്യങ്ങളെ നമുക്ക് സ്വപോഷികൾ എന്ന് നമുക്ക് വിളിക്കാം. പ്രകാശ സംശ്ലേഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ നമ്മൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഉൽപ്പന്നം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസിനോടൊപ്പം തന്നെ സസ്യങ്ങൾ ഓക്സിജനെയും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പുറന്തള്ളുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് എന്ന് പറയാം. ഉപ ഉൽപ്പന്നം എന്ന് വേണമെങ്കിൽ നമുക്ക് ഓക്സിജനെ പറയാം. അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാലും അവിടെ നമുക്ക് പറയാം എന്തിനെ, ഓക്സിജനെ പറയാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുള്ള വാതകം ഏത്, അതിലൊന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് സസ്യം പുറത്തു നിന്നും എന്ത് ചെയ്യാണ്, ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കുക. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കപ്പെടുമ്പോൾ പുറത്തു വിടുന്ന വാതകം നേരത്തെ നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആണെന്ന് പറഞ്ഞു. സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാലും അത് ഓക്സിജൻ ആണ് കേട്ടോ. ഈ ഓക്സിജൻ എന്ന് പറയുന്ന ജലം എന്ന് പറയുന്ന സാധനം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുണ്ട്. ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഹൈഡ്രജൻ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുകയും ഓക്സിജനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. എങ്ങനെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജലത്തെ വിഘടിപ്പിച്ച് കിട്ടുന്ന ഹൈഡ്രജൻ ഓക്സിജൻ, അതിലെ ഓക്സിജനെ സസ്യം പുറന്തള്ളുന്നു, ഹൈഡ്രജനെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി രാത്രി പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയ നടക്കാത്തത് കൊണ്ട് രാത്രിയിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഓക്സിജന്റെ പുറന്തള്ളൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും ശ്വസിക്കുന്നുണ്ട്. എപ്പോ, രാവിലെയും രാത്രി. അപ്പൊ രാത്രിയും പകലും എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എന്നാൽ സസ്യങ്ങൾ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നില്ല എന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. എപ്പോ, അതായത് ഒരു ശ്വസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം ഒരു നിയമം പാലിക്കുന്നുണ്ട്. എന്താണ്, ഓക്സിജനെ സ്വീകരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുക എന്ന് പറയുന്ന ഒരു കാര്യം. എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിൽ ഇതിന്റെ നേരെ തിരിച്ചുള്ള കാര്യമാണ് നടക്കുന്നത്. ഓക്സിജനെ സ്വീകരിക്കുക, ഓക്സിജനെ പുറന്തള്ളുക, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന പോയിന്റ്. നോക്കോ, പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജത്തിന്റെ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ ശേഖരിക്കപ്പെടുന്നു എന്ന് പറയാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറയാം. അത് ശേഖരിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് എന്ന് നമുക്ക് അവിടെ പറയാം. ഇലയിലെ ചെറിയ സുഷിരത്തിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇലയിലെ ചെറിയ സുഷിരത്തിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന വാതകത്തിന്റെ പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ചെറിയ സുഷിരത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സുഷിരത്തിന്റെ പേരാണ് ആസ്യാരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആസ്യാരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. ഇലയിൽ വാതകവിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കിപ്പെടേടാ, ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന പേര് ആസ്യാരന്ധ്രങ്ങൾ എന്നാണ്.
സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പമുണ്ടല്ലോ, ജലബാഷ്പങ്ങൾ അത് അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങൾ വഴിയാണ്. അതായത് ആസ്യരന്ധ്രം വഴി വാതക വിനിമയം നടക്കുന്നു. അതുപോലെ ജലബാഷ്പങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും എന്ത് വഴിയാണ്? നമുക്ക് ഈ പറയുന്ന ആസ്യരന്ധ്രം വഴിയാണ് എന്നത് മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാശ സംശ്ലേഷണത്തിന് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറയുന്നത്. സസ്യത്തിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയാം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ ഹരിതകത്തിനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, സൂര്യപ്രകാശത്തിലെ പ്രകാശത്തെയും താപത്തെ അല്ലെങ്കിൽ താപോർജത്തെയും പ്രകാശ ഊർജത്തെയും കൺവെർട്ട് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തമാണ് ഹരിതകത്തിനുള്ളത് എന്ന് തൽക്കാലം മനസ്സിലാക്കി വെച്ചേക്കുക. ഹരിതകം ഇലയിൽ മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇലയിൽ മാത്രമല്ല. സസ്യത്തിൽ പച്ച നിറം എവിടെയുണ്ട് അവിടെയൊക്കെ ഹരിതകമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഹരിതകമുള്ളത് ഇലയിലാണ് എന്ന പോയിന്റ് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏറ്റവും കൂടുതൽ ഹരിതകമുള്ളത് ഇലയിലാണ്. എന്നാൽ ഹരിതകം എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഇല്ല. പക്ഷെ നമ്മുടെ തണ്ടുകളിലും മറ്റുമൊക്കെ, ഈ ഇളം തണ്ടുകളിലും മറ്റുമൊക്കെ ഹരിതകം കാണാം. ചുരുക്കി പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, പച്ചനിറം എവിടെയുണ്ടോ അവിടെ ഹരിതകമുണ്ട്. എന്നാൽ ഇലയിലാണ് ഹരിതകം കൂടുതലായി കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇലകൾക്കും പൂക്കൾക്കും അതുപോലെ തണ്ടുകൾക്കും പഴങ്ങൾക്കുമൊക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. അതിലൊരു വർണ്ണകത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹരിതകം എന്ന് പറയുന്ന വർണ്ണകം. എന്നാൽ ഇതല്ലാതെ ചില വർണ്ണകങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിലൊരു വർണ്ണകത്തിന്റെ പേരാണ് സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകം. മഞ്ഞ നിറമാണ് സാന്തോഫിലിന്റെ നിറം എന്ന് പറയുന്നത്. ഇലയ്ക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമേത്, പൂവിന് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമേത് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം, അല്ലെങ്കിൽ പഴങ്ങൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമേത്, അത് ഏതാണ്? സാന്തോഫിലാണ്. എന്നാൽ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ്. അവിടെ ഓറഞ്ചിന് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കണേ. മഞ്ഞയും ഓറഞ്ച് കലർന്ന നിറമാണ്, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, അതാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഈ ഇലകളിലൊക്കെ, ചില ഇലകളിലൊക്കെ ഓറഞ്ച് നിറമുണ്ടെങ്കിൽ ആ ഓറഞ്ച് നിറത്തിന്റെ കാരണം എന്ന് പറയുന്ന കരോട്ടിനാണ്. എന്നാൽ ആന്തോസയാനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെന്റ് അല്ലെങ്കിൽ ഒരു വർണ്ണകമുണ്ട്, ആ വർണ്ണകത്തിന്റെ നിറം ചുവപ്പാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ SCERT അകത്ത് ചുവപ്പെന്ന് മാത്രം കൊടുത്തിട്ടുണ്ട് എങ്കിലും ആന്തോസയാനിൻ എന്ന് പറയുന്നത് ചുവപ്പ് മാത്രമല്ല മറ്റു പല നിറങ്ങളും കൊടുക്കുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നു എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണോ? പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഓർക്കിഡ് ഉണ്ടല്ലോ, ഓർക്കിഡ് പോലെയുള്ള വിഭാഗത്തിൽപ്പെട്ട ചെടികളെ വളർത്തുന്ന ഉദ്യാനത്തിന് പറയുന്ന പേര് ഓർക്കിഡേറിയം എന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയപ്പെടുന്ന ഒരു പോയിന്റ് ആണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികളെ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്ന പേര് ഓർക്കിഡേറിയം എന്നാണ്. സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ മരവാഴ എന്ന് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. മരവാഴ എന്ന് പറയുന്ന ഒരു ചെടി അത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. മരവാഴ, ഓർക്കിഡുകൾ വളർത്തുന്ന ഉദ്യാനത്തെ നമുക്ക് ഓർക്കിഡേറിയം എന്ന് നമുക്ക് വിളിക്കാം. ഇനി അടുത്തത് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അതായത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യത്തെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? വാസസ്ഥലത്തിന് മാത്രം മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റ് എന്ന് വിളിക്കുന്ന. വാസസ്ഥലത്തിന് മാത്രമായി മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റ് എന്ന് വിളിക്കാം. ഇനി പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയും. ഇലയും വേരും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയെ വിളിക്കുന്ന പേരാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പരാത സസ്യങ്ങൾ? ഇലയും വേരുമുണ്ട്, പക്ഷേ ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കപ്പെടുന്നവയെ നമ്മൾ വിളിക്കുന്ന പേര് പരാത സസ്യങ്ങൾ എന്നാണ്. പരാത സസ്യങ്ങളുടെ എക്സാമ്പിൾ നോക്കടാ. ഇത്തിൽ കണ്ണിയുണ്ട്, അതുപോലെ മൂടില്ലാത്ത ആളിയുണ്ട്. ഇത്തിൽ കണ്ണി അതുപോലെ മൂടില്ലാത്ത ആളി എന്നിവ പരാത സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോ ഇലകളും വേരുകളും ഉണ്ട്, പക്ഷെ ആതിഥേയ സസ്യത്തിൽ നിന്നും മാത്രമേ ജലവും ലവണവും വലിച്ചെടുക്കുകയുള്ളൂ. അങ്ങനെ ആഹാരം നിർമ്മിക്കുന്നവയെ നമ്മൾ പരാത സസ്യം എന്ന് വിളിച്ചു. എക്സാമ്പിൾ നമുക്ക് പറയാം ഇത്തിൽ കണ്ണിയെയും മൂടില്ലാത്ത ആളിയെയും. ഇനി ഈ പറയുന്ന പരാത സസ്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അർദ്ധപരാതം. എന്താണ് അർദ്ധപരാതം എന്ന് പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലയുടെ സഹായത്താൽ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാതം എന്ന് വിളിക്കാം. ഉദാഹരണം ഇത്തിൽ കണ്ണി. എങ്ങനെ? പരാത സസ്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് അർദ്ധപരാതം, ആതിഥേയ സസ്യത്തിൽ നിന്നും ജലത്തെയും ലവണത്തെയും വലിച്ചെടുത്തിട്ട് ഇലയുടെ സഹായത്താൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കും. അതിന് നമുക്ക് ഇത്തിൽ കണ്ണിയാണ് എക്സാമ്പിൾ, അതാണ് അർദ്ധപരാതം. എന്നാൽ പൂർണ്ണപരാതമുണ്ട്. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരത്തെ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യം
പൂർണ്ണപരാതം. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കുക. ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും എടുത്തിട്ട് സ്വന്തമായിട്ട് അവന്റെ ഇലയുടെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്നവയെ നമുക്ക് അർദ്ധപരാതമെന്നും, എന്നാൽ ആതിഥേയ സസ്യം അവന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരത്തെ തന്നെ മോഷ്ടിച്ചു കഴിക്കുന്നതിനെ പൂർണ്ണപരാതമെന്നും വിളിക്കാം. പൂർണ്ണപരാതത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മൂടില്ലാത്ത ആളിയെ പറയാവുന്നതാണ്. അർദ്ധപരാതമാണെങ്കിലും പൂർണ്ണപരാതമാണെങ്കിലും അത് ആതിഥേയ സസ്യത്തിന് ദോഷമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആതിഥേയ സസ്യത്തിന് ദോഷമാണ് ആരൊക്കെ? അർദ്ധപരാതമാണെങ്കിലും അതായത് പരാത സസ്യങ്ങൾ ആതിഥേയ സസ്യത്തിന് ദോഷമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ നമ്മുടെ തലമുടിയിലൊക്കെ വളരുന്ന പേൻ അതൊരു പരാതമാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ ഈ ചെള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരാത ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇവിടെ പരാത സസ്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ ശവോപ ജീവികൾ. എന്താണ് സാപ്രോഫൈറ്റുകൾ അല്ലെങ്കിൽ ശവോപ ജീവികൾ എന്ന് പറയുന്ന വിഭാഗം? ജീർണ അവശിഷ്ടത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശവോപ ജീവികൾ എന്ന് പറയുന്നത്. ജീർണ അവശിഷ്ടത്തിൽ നമ്മൾ സാപ്രോഫൈറ്റ് അല്ലെങ്കിൽ ശവശരീരത്തെ വിഘടിപ്പിച്ച് ആഹാരമാക്കുന്നവരെ അത്രയും മനസ്സിലാക്കിയാൽ മതി. നിയോട്ടിയ, മോണോടോപ്പ എന്നിവ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. റൊട്ടിയിലും അച്ചാറിലുമൊക്കെ വളരുന്ന പൂപ്പലെല്ലാം ശവോപജീവികളാണ്. നമുക്കറിയാം പൂപ്പലുകൾ പലതിലും പൂപ്പൽ പിടിക്കാറുണ്ട് അല്ലെ? റൊട്ടിയിൽ പൂപ്പൽ പിടിക്കാറുണ്ട്, അച്ചാറിലൊക്കെ പൂപ്പൽ പിടിക്കാറുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പൂപ്പൽ പിടിക്കാറുണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? പൂപ്പലാണ്. പൂപ്പൽ എന്ന് പറയുന്ന ഒരു ശവോപജീവിയാണ് എന്നത്. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല എന്നാണ് പറയപ്പെടുന്നത്. കൂണുകൾ എന്ന് പറയുന്നത് പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. കൂണുകൾ എന്ന് പറയുന്നത് പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്ന. അപ്പൊ പൂപ്പലുകൾ എന്നല്ല സസ്യവിഭാഗത്തിൽപ്പെടുന്നവല്ല. ഈ പൂപ്പലുകൾക്ക് ഹരിതകമില്ല, പൂപ്പലുകൾക്ക് സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ്. പൂപ്പലുകളെ നമ്മൾ എന്തിൽ പെടുത്തിയിട്ടില്ല? സസ്യവിഭാഗത്തിൽ പെടുത്തിയിട്ടില്ല. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ആരോഹികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ആരോഹികൾ എന്ന് പറയുന്നത്. ഇപ്പൊ കുരുമുളക് നമുക്ക് ഉദാഹരണം പറയാം, പാവല് പറയാം, പടവലം പറയാം. പരീക്ഷകൾക്ക് ഇത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയുടെ സിലബസിനകത്ത് ഈ പറയുന്ന സസ്യശാസ്ത്രം എന്ന് പറയുന്നതിന് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഈ ഏരിയയിൽ നിന്ന് നമുക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. 5 മുതൽ 10 വരെയുള്ള SCRT കംപ്ലീറ്റ് ആ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. നിങ്ങൾ എന്താ പറയുക, പരീക്ഷയിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ വരാതിരിക്കണമെങ്കിൽ 5 മുതൽ 10 വരെയുള്ളത് പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആരോഹികൾ എന്താണ്? മറ്റു ചെടികളിൽ പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ആരോഹികൾ. കുരുമുളകും പാവലും പടവലും അതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി പ്രധാനങ്ങൾ എന്ന് പറയാം. പ്രധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില ചെടികൾ, ഈ പറഞ്ഞ ചെടികളുണ്ടല്ലോ, താങ്ങളിൽ പറ്റിപ്പിടിക്കാനായിട്ട് ഈ ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗം, നമ്മൾ പറഞ്ഞു ആരോഹികൾ എന്ന് പറയുന്നത് കുരുമുളകും പാവലും പടവലവും കൊണ്ടെന്ന് പറഞ്ഞു. ഇവരൊക്കെ ഈ താങ്ങൾ ചുറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവരിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഈ ഇത്തരം ചെടികളൊക്കെ പറ്റിപ്പിടിക്കുമ്പോൾ അതിനെ എടുത്ത് കളയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിങ്ങനെ വരാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. അത് ഈ പറയുന്ന ആരുടെ സഹായം കൊണ്ടാണ്? പ്രധാനങ്ങളുടെ സഹായം കൊണ്ടാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇഴവള്ളികളെ കുറിച്ചാണ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇടവള്ളികൾ. അപ്പോ നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഇടവള്ളി. ഇവർക്ക് പ്രധാനങ്ങളോ അല്ലെങ്കിൽ മറ്റു വേരുകളോ ഒന്നും കാണപ്പെടില്ല. അതായത് ഇവരിങ്ങനെ നിലത്ത് വെറുതെ ഇങ്ങനെ പടർന്നു വളരുന്നതാണ്. ഇവർക്ക് ഒരിടത്ത് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള പ്രധാനങ്ങളോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ഇടവള്ളികൾക്കകത്ത് നമുക്ക് മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി ഒക്കെ എന്തൊരു ഉദാഹരണങ്ങളാണ്? ഇടവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ്. എക്സാമ്പിൾ അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവ എന്തൊരു ഉദാഹരണങ്ങളാണ്? ഇടവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 തരം വേരുകളെ കുറിച്ചാണ്. ഒന്ന് താങ്ങുവേര്, രണ്ടാമത്തത് പൊയ്ക്കാൽ വേര്. താങ്ങുവേര് എന്താണ്, പൊയ്ക്കാൽ വേര് എന്താണ് നമുക്ക് നോക്കാം. ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടിയെ താങ്ങി നിർത്താനും വേരുകൾക്ക് കഴിയും. അപ്പൊ വേരുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ചോദിച്ചാൽ നമുക്കറിയാം, ജലത്തെയും ലവണത്തെയും വലിച്ചെടുക്കുക എന്നാണ് ഒരു ചെടിയിലെ വേരിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. എന്നാൽ ചില വേരുകൾ താങ്ങി നിർത്താനും സഹായിക്കുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളെ നമുക്ക് താങ്ങുവേരുകളെന്നും പൊയ്ക്കാൽ വേരുകളെന്നും വിളിക്കാം. അപ്പോ താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും ചെടികളെ താങ്ങി നിർത്താൻ സഹായിക്കുന്നു. ശിഖരത്തിൽ നിന്നും താഴോട്ട് വരുന്ന വേരുകളെ താങ്ങുവേരെന്ന് വിളിക്കാം. തണ്ടിൽ നിന്നും താഴോട്ട് വരുന്ന വേരുകളെ പൊയ്ക്കാൽ വേരെന്ന് വിളിക്കാം. ഇങ്ങനെ ശിഖരങ്ങളിൽ നിന്നും താഴോട്ട് വരുന്ന വേരുകളെ താങ്ങുവേരുകളെന്നും തണ്ടിൽ നിന്നും താഴേക്ക് വരുന്ന അവയെ നമുക്ക് പൊയ്ക്കാൽ വേരെന്ന് വിളിക്കാം.
ഈ പറയുന്ന പേരാൽ എന്ന് പറയുന്നത് താങ്ങുവേരിന്റെ ഉദാഹരണവും ആറ്റുകൈത എന്ന് പറയുന്നത് നമ്മുടെ പൊയ്ക്കാൽ വേരുകൾക്ക് എക്സാമ്പിളുമാണ്. ഈ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നിങ്ങൾ പുറത്തുനിന്നൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയപ്പെടുന്ന ആ പോയിന്റും അതിന്റെ ഒന്നെങ്കിൽ ഒന്ന് എന്താണോ എക്സാമ്പിൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ആ ഒരു മേഖല വരുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയ സാധനങ്ങൾ. കൃത്യമായിട്ട് അതൊക്കെ പഠിച്ചെടുത്തേക്കുക. അടുത്തത് കണ്ടൽ ചെടി. നമ്മുടെ ഈ ചതുപ്പ് പ്രദേശം ഉണ്ടല്ലോ, ചതുപ്പ് പ്രദേശം, ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടൽ ചെടികൾ എന്ന് വിളിക്കുന്നത്. കണ്ടൽ ചെടികൾ ചതുപ്പ് പ്രദേശത്തിൽ വളരുന്ന ചെടികളാണ് കണ്ടൽ ചെടി. PYQ ആണ് കേട്ടോ. ഈ ഇടക്കാലങ്ങളിൽ ചോദിച്ച പ്രിലിംസ് ഒക്കെ വന്ന സമയത്ത് ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്വസന വേരുകൾ. അതും ഈ കണ്ടൽ ചെടിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കണ്ടൽ ചെടിയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ശ്വസന വേരുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. എങ്ങനെയാണ്ട? കണ്ടൽ ചെടിയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ കണ്ടൽ ചെടികൾ എന്ന് പറയുന്ന മിക്കവാറും ചതുപ്പ് പ്രദേശം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ്, വെള്ളത്തിനകത്തായിരിക്കും ആ വേരുകൾ കാണപ്പെടുന്നത്. അപ്പൊ ആ വേര് വെള്ളത്തിന്റെ മുകളിൽ അന്തരീക്ഷത്തിലേക്ക് വന്ന് നിൽക്കുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഭരണ വേരുകളെ കുറിച്ചാണ്. എന്താണ് സംഭരണ വേരുകൾ? അതായത് ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളെ സംഭരണ വേര് എന്ന് പറയും. ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ, അല്ലെങ്കിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് വേരിലാണെങ്കിൽ ആ ചെടിയെ നമുക്ക് സംഭരണ വേരെന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിന്റെ വേരിനെ സംഭരണ വേരെന്ന് വിളിക്കാം. ഇപ്പൊ മരിച്ചിനി എന്ന് പറയുന്നത് നമുക്ക് മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്നതാണ്. മരിച്ചിനിയിൽ പക്ഷേ അതിന്റെ വേരിലാണ് അത് എന്ത് ചെയ്യുന്നത്? സംഭരിച്ചു വയ്ക്കുന്നത്. എന്നാൽ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മരിച്ചിനി കിഴങ്ങ് വിഭാഗമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. മണ്ണിനടിയിൽ കാണുന്ന കാണ്ഡങ്ങളെ നമുക്ക് ഭൂകാണ്ഡങ്ങൾ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്താണ്? മണ്ണിനടിയിൽ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ രൂപം പ്രാപിച്ച കാണ്ഡങ്ങളെ നമുക്ക് ഉരുളക്കിഴങ്ങിൽ പെടുത്താം. മനസ്സിലായോ? അതാണ് ഭൂകാണ്ഡം. എന്നാൽ മരിച്ചിനി എന്ന് പറയുന്നത് വേരിൽ സംഭരിച്ചു വെച്ചതാണ്. അപ്പൊ വേരിൽ സംഭരിച്ചു വെച്ച ഭക്ഷണപദാർത്ഥമാണ് മരിച്ചിനി എങ്കിൽ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് കാണ്ഡത്തിൽ സംഭരിച്ചു വെച്ചതാണ് എന്നത് മനസ്സിലാക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. സംഭരണ വേരുകളെയും ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട് കൊണ്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെം കൊണ്ട് രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല, തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാ വേരുകളും സംഭരണ വേരുകളല്ല എന്നത് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമന്റുകൾ ഇടുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.